നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി OTT-യിൽ വന്ന 5 തമിഴ് ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം ഗരുഡൻ. വെട്രിമാരന്റെ കഥ, RS ദുരൈ സെന്തിൽകുമാർ തിരക്കഥ എഴുതി സംവിധാനം. സൂരി, ശശികുമാർ, ഉണ്ണി മുകുന്ദൻ, രോഹിണി ഹരിപ്രിയൻ, ശിവദ, സമുദ്രക്കനി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ആദി, കരുണ, സൊക്കൻ ഇവരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. അവർ സുഹൃത്തുക്കളായത്, ഒന്നിച്ച് ജീവിക്കുന്നത്, അവരുടെ കുടുംബമൊക്കെ പറഞ്ഞ് കഥയുടെ ഒരു പശ്ചാത്തലം ബിൽഡ് ചെയ്യുന്നു. കരുണയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെയാണ് പിന്നീട് പറയുന്നത്. പണത്തോടും അധികാരത്തോടുമുള്ള ആർത്തി, പിന്നെ അതിൻ്റെ തുടർച്ചകളൊക്കെയായി ഒരു ത്രില്ലർ പശ്ചാത്തലം കൂടെ ചിത്രത്തിനുണ്ട്. പ്രകടനത്തിൽ എല്ലാവരും നന്നായി തന്നെ അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് സൂര്യയാണ്. അയാളുടെ ട്രാൻസിഷൻ വന്നു കഴിയുമ്പോഴും ആ കഥാപാത്രത്തിൻ്റെ ഐഡന്റിറ്റി എന്നത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് തിരക്കഥ മുന്നോട്ട് പോകുന്നത്. അത് സൂരി പ്രകടനത്തിൽ ഗംഭീരമായി ചെയ്തിട്ടുമുണ്ട്. തമിഴ് സിനിമകളൊക്കെ ധാരാളം കാണുന്ന ഒരാൾ എന്ന നിലയിൽ, മുന്നേ എവിടേക്കോ കണ്ടതിൻ്റെ മറ്റൊരു പതിപ്പ് എന്ന നിലയിൽ ഗരുഡൻ എന്ന സിനിമ ഓവറോൾ എനിക്ക് തോന്നിയുള്ളൂ. തുടക്കം രസമായിരുന്നു. പിന്നെ പ്രധാന വിഷയത്തിലേക്ക് വന്ന ശേഷം നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ പടം എന്ന നിലയിൽ മാത്രം. സൂര്യയുടെ പ്രകടനമാണ് സിനിമയെ സേവ് ചെയ്ത് നിർത്തുന്നതിൽ പ്രധാന കാര്യമായിട്ട് വരുന്നത്. വെട്രിമാരന്റെ കഥ എന്നതിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്ര കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും സിനിമ സമ്മാനിച്ചില്ല. ഓവറോൾ ഒരു ആവറേജ് സിനിമ മാത്രമായിട്ടാണ് ഗരുഡൻ അനുഭവപ്പെട്ടത്. ആമസോൺ പ്രൈമിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. രണ്ടാമത്തെ ചിത്രം ഹിറ്റ് ലിസ്റ്റ്. ആഹാ തമിഴിലും ആമസോൺ പ്രൈമിലും സ്ട്രീം ചെയ്യുന്ന തമിഴ് ചിത്രം. ശരത് കുമാർ, വിജയ് കനിഷ്ക, ഗൗതം മേനോൻ, സമുദ്രക്കൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള വിജയ് എന്ന കഥാപാത്രം സന്തോഷത്തോടെ ജീവിച്ചു മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം വിജയുടെ കുടുംബാംഗങ്ങളെ ഒരാൾ തട്ടിക്കൊണ്ടുപോകുന്നു. അവരെ തിരിച്ചു കിട്ടാൻ വിജയനെ കൊണ്ട് കുറച്ച് ക്രൈമുകളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. പോലീസും ഈ സമയത്ത് ഇയാൾക്ക് പിറകിലുണ്ട്. തുടക്കത്തിൽ നല്ല ത്രില്ലിംഗ് ആയി തന്നെ സിനിമ പോകുന്നുണ്ടെങ്കിലും വൈകാതെ ആ ത്രിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടിയാണ്. പിന്നെ നായകനല്ലേ, അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന സംഗതികളൊക്കെ പിന്നീട് വരുന്നതുമുണ്ട്. അതുകൊണ്ട് പ്രധാന ട്വിസ്റ്റ് ഒന്നും അത്ര മികച്ചതായി അനുഭവപ്പെട്ടതുമില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ടെംപ്ലേറ്റുകളിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കുന്നതും കാണാം. വലിയ സംഭവം എന്ന നിലയിൽ കാണിക്കുന്നത് പലതും സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതുമാണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ പേരിൽ ഹിറ്റ് എന്നൊക്കെ ഉണ്ടെങ്കിലും പഴയ ഹിറ്റ് ചിത്രങ്ങളെ ഫോളോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒന്നും തന്നെ ഇല്ലാത്തൊരു സിനിമ. നിരാശപ്പെടുത്തിയ അനുഭവമായിരുന്നു ഹിറ്റ് ലിസ്റ്റ്. മൂന്നാമത്തെ ചിത്രം ഹര. വിജയ്, ശ്രീജി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മോഹൻ, അനുമോൾ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം. ഇപ്പോൾ ആഹാ തമിഴിലാണ് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. സിനിമ തുടങ്ങുന്ന മൊമെന്റിൽ തന്നെ നേരെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. മകളുടെ മരണത്തിന് കാരണമായവരെ കണ്ടുപിടിക്കാനുള്ള ഒരച്ഛൻ്റെ ശ്രമങ്ങളും തുടർച്ചകളുമാണ് ഈ ചിത്രം പറയുന്നത്. ഈ അന്വേഷണത്തിനൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ സംഗതികളും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ പാരലായി തന്നെ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്, പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. ഒട്ടും വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാത്ത, ലോജിക്കലായി ഒരു കാര്യങ്ങളെയും പരിഗണിക്കാത്ത വലിയ സംഭവം കഥയാണ് എന്ന് പുറമെ കാണിക്കാനുള്ള ശ്രമം മാത്രമായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. പോലീസുകാരുടെ ട്രാക്കൊക്കെ ദയനീയമാണ്. ഇങ്ങനെയാണെങ്കിൽ പോലീസ് ഇല്ലാത്തൊരു നാട്ടിൽ ഈ കഥ വെച്ചുകൂടെ എന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നും. അങ്ങനെ ഓരോ ഘട്ടം കഴിയും തോറും ലോജിക്കിനെ പുഴയിലെറിഞ്ഞ് മുന്നേറുന്ന ഒരു സിനിമ. തീർത്തും നിരാശപ്പെടുത്തിയ അനുഭവം. സാമൂഹ്യ പ്രസക്തമായ വിഷയം എന്ന നിലയിലൊക്കെ സിനിമ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓൾഡ് സ്കൂൾ അവതരണവും മൊത്തത്തിൽ പിറകോട്ട് വലിക്കുന്നുണ്ട്. നാലാമത്തെ ചിത്രം ഇങ്ക നാൻ താൻ കിങ്. ആനന്ദ് നാരായണൻ സംവിധാനം ചെയ്ത തമിഴ് ആക്ഷൻ കോമഡി ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് സ്ട്രീം ചെയ്യുന്നത്. സന്താനം, പ്രിയലയ, തമ്പിരാമയ്യ, വിവേക് പ്രസന്ന തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. കുറച്ച് കടമൊക്കെയുണ്ട്. അതൊക്കെ തീർക്കാൻ വെട്രിവേൽ കല്യാണ പരിപാടികളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അങ്ങനെ ഒടുവിൽ ഒരു വലിയ ജമീന്ദാർ കുടുംബത്തിൽ നിന്നും പെണ്ണ് കാണാൻ പോയ അന്ന് തന്നെ കല്യാണവും നടത്തുന്നു. പക്ഷേ വെട്രി വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ചതിക്കപ്പെടുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെ ആ നാട്ടിലൊരു തീവ്രവാദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. കോമഡിക്ക് തന്നെയാണ് സിനിമ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സന്താനത്തിൻ്റെ സ്ഥിരം കോമഡി സിനിമകളൊക്കെ ഇഷ്ടമാണ് എങ്കിൽ ചിലപ്പോൾ ഈ സിനിമയും നിങ്ങൾക്ക് വർക്കായേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു പടം എന്ന നിലയിലാണ് തോന്നിയത്. 90കളിൽ മലയാളത്തിലൊക്കെ വന്നിട്ടുള്ള കോമഡി ചിത്രങ്ങളുടെ രീതി ഇടയ്ക്ക് ഈ സിനിമയിലും കാണാം. എന്ന് വെച്ച് ആ ക്വാളിറ്റി പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം. അഞ്ചാമത്തെ ചിത്രം സില നൊടികളിൽ. തമിഴിൽ നിന്നും വന്നിരിക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ്. ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് സ്ട്രീം ചെയ്യുന്നത്. വിനയ് ഭരദ്വാജ് തിരക്കഥ എഴുതി സംവിധാന ചിത്രത്തിൽ റിച്ചാർഡ് ഋഷി, പുന്നഗൈ പൂഗീത, യഷിക ആനന്ദ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ലണ്ടനിലുള്ള കോസ്മെറ്റിക് സർജനായ രാജാണ് പ്രധാന കഥാപാത്രം. മായ എന്ന കഥാപാത്രമായിട്ടുള്ള ഒരു അഫെയർ. അത് പറഞ്ഞുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. പിന്നെ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ്, മരണം, അത് ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, കുറച്ച് സത്യങ്ങൾ ആ വഴിക്ക്, കുറച്ച് കളവുകൾ ഈ വഴിക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് കഥ മുന്നോട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരു തരത്തിലും ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമ. ട്വിസ്റ്റുകളൊക്കെ 2000-ന് മുന്നേ ഒക്കെ ആണെങ്കിൽ കൊള്ളാമെന്ന് പറയാമായിരുന്നു. പ്രകടനവും ഒട്ടും കൺവിൻസിംഗ് അനുഭവപ്പെട്ടില്ല. മൊത്തത്തിലൊരു
തട്ടിക്കൂട്ട് പടം മാത്രം. അപ്പോൾ ഈ 5 ചിത്രങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.